ശ്രീ ഡോക്ടർ പ്രേംകുമാർ, മാപ്പ് കൊണ്ട് അവസാനിക്കുന്നതാണോ ഈ ഒരു പ്രശ്നം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് PM നിയാസ് മറ്റു ചില സംഭവങ്ങളുമായി ചേർത്ത് വെച്ച് അതിനെ തുലനം ചെയ്യുന്നത്, സാധൂകരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാതാകുമോ ഈ ഇത്രയും ഗുരുതരമായ ഈ പരാമർശം? ഒന്നാമത്, ഇത് ഒരു വശത്ത് CPM-ഉം മറുവശത്ത് UDF-ഉം നിൽക്കുന്ന ഒരു തർക്കമാണെന്ന് ഞാൻ കാണുന്നില്ല. മറിച്ച് ഒരു വശത്ത് ആത്മാഭിമാനമുള്ള സ്ത്രീകളും അപ്പുറത്ത് വഷളൻ സെക്ഷൽ പെർവേർട്സും പൊളിറ്റിക്കൽ പെർവേർട്സും ഉള്ള ഒരു സംഗതിയാണ്. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ ഏതൊക്കെ നേതാക്കന്മാർ എന്തൊക്കെ വഷളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എണ്ണി പറഞ്ഞിട്ട് ടാലി ആക്കുന്ന ഒരു ഡിസ്കഷനിൽ, ഡിബേറ്റിൽ ഞാനില്ല. നിങ്ങൾ അത്തരത്തിൽ തർക്കിക്കാൻ ഞാനില്ല. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, അതൊന്നും പറയേണ്ടതില്ല. ഇപ്പം CPM-ന്റെ ആളുകൾ കോൺഗ്രസിന്റെ ആളുകളെ പറ്റി പറഞ്ഞതുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ആളുകളെ പറ്റി പറഞ്ഞത് അതിനേക്കാൾ വൃത്തികേടാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പം സുഹൃത്ത് PM നിയാസ് പറഞ്ഞതിൻ്റെ അകത്ത് രണ്ട് കളവുകളുണ്ട്, കൃത്യമായ കളവ്. ഒന്നെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത്, ഞാനടക്കമുള്ള VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അവിടുന്ന് ഇറങ്ങിയ ഉടനെ KS ഹരിഹരനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, പിൻവലിക്കണം. അത് പ്രകാരമാണ് അദ്ദേഹം പിൻവലിച്ചത്, അത് പ്രകാരമാണ് അദ്ദേഹം ഖേദപ്രകടനം നടത്തിയെന്നാണ്. പക്ഷേ KS ഹരിഹരൻ ഫേസ്ബുക്കിൽ എഴുതിയത് എൻ്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും പറഞ്ഞു എന്നാണ്. കുറച്ചു മുമ്പ് 7 മണി മുതൽ 8 മണി വരെയുള്ള റിപ്പോർട്ടർ ന്യൂസിന്റെ ചർച്ചയിൽ ഇതേ KS ഹരിഹരൻ ഡോക്ടർ അരുൺകുമാറിനോട് പറയുന്നത്, ഞാൻ ബസ്സിൽ കയറിയ സമയത്ത് കുറച്ച് സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നതെന്നാണ്. അപ്പോൾ ഒന്നുകിൽ KS ഹരിഹരൻ പറയുന്നതാണ് കളവ്, അല്ലെങ്കിൽ നിയാസ് പറയുന്നതാണ്. അതിനേക്കാൾ രസം, ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിൽ KP നൗഷാദ് അലി എന്ന് പറയുന്ന PM നിയാസിനെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ആൾ പറയുന്ന കാര്യം, ആ പരിപാടിയുടെ അതിൻ്റെ ഒരു രീതി അനുസരിച്ച് ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ വന്ന് സംസാരിക്കുകയും പോവുകയുമായിരുന്നു. അവസാനമായിട്ട് സംസാരിച്ച ആളായിരുന്നു KS ഹരിഹരൻ എന്നാണ്. അപ്പം ഏറ്റവും ചുരുങ്ങിയ നിങ്ങൾ കളവ് പറയുമ്പം അതൊന്ന് തീരുമാനിച്ചിട്ട് പറയണം. ഇനി എന്തുകൊണ്ടാണ് KS ഹരിഹരന്റെ ഈ പരാമർശം ഇത്രമേൽ ഗൗരവമാവുന്നത് എന്നുള്ളത്, അത് ശൈലജ ടീച്ചറെ പറ്റി പറഞ്ഞതിനേക്കാൾ കൂടുതൽ യാതൊരു പ്രകോപനവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ CPIM-ന്റെ വർഗീയ പ്രീണനത്തെ പറ്റി ചർച്ച ചെയ്യാൻ വിളിച്ചൊരു പൊതുയോഗത്തിൽ മഞ്ജു വാര്യർ എന്നുള്ള ഒരു നടിയെ ഒരു തരത്തിലും ഒരു കാരണവശാലും കേരളത്തിലെ ഒരാളും ഇത്തരമൊരു കോണ്ടെക്സ്റ്റിൽ പരാമർശിക്കേണ്ട ഒരു കാരണവുമില്ലാത്ത ചെറുത്തു നിൽക്കുന്ന സ്ത്രീത്വത്തിന്റെ അഭിനേത്രികളുടെ എന്താ പറയുക ബിംബമായിട്ടുള്ള മഞ്ജു വാര്യരെ അവരുടെ പൊളിറ്റിക്കൽ കരിയറും അവരുടെ എന്താ പറയുക തിയേറ്ററിക്കൽ കരിയറും അവരുടെ ലൈഫും എല്ലാം എടുത്തു നോക്കിയാൽ ഏത് കൊച്ചു പെൺകുട്ടിക്കും അഭിമാനമാവുന്ന, ഇൻസ്പിറേഷൻ ആവുന്ന മഞ്ജു വാര്യരുടെ പോണോ വീഡിയോ കണ്ടാൽ രസമായേനെ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഭീകരമായ കാര്യം. ആ ഡയലോഗ് കേട്ട സമയത്ത് PM നിയാസ് സ്റ്റേജിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം അടക്കം പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞതോ, MM മണി പണ്ട് സഭയിൽ പറഞ്ഞ പരാമർശം MP രാജേഷ് സ്പീക്കറായിരിക്കുമ്പം തിരുത്തിയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. ഇതാണ് പ്രശ്നം. അതായത് നിങ്ങൾ പൊതുയോഗം നടത്തിയതിനാണ്, ഞങ്ങൾ വടകരയിൽ എന്ത് ചെയ്തിട്ടില്ല എന്ന് പറയാനാണ്. ഞങ്ങൾ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, ഞങ്ങൾ വർഗീയ പ്രചരണങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയാനാണ്. പക്ഷെ പൊതുയോഗം കഴിഞ്ഞപ്പോൾ കേരളത്തിന് ബോധ്യമായത് നിങ്ങൾ എന്താണ് ഇതുവരെ UDF എന്താണ് ഇതുവരെ വടകരയിൽ നടത്തിക്കൊണ്ടിരുന്ന അശ്ലീല പ്രവർത്തനങ്ങൾ എന്നാണ്. നിങ്ങൾ എന്ത് വർഗീയ പ്രചരണമാണ് നടത്തിയത് എന്നാണ്. ഞാൻ PM നിയാസിനോട് ഒരൊറ്റ ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചോട്ടെ. അതേ മീറ്റിംഗിൽ വെച്ചിട്ട്, അതായത് മഞ്ജു വാര്യരെ പറ്റിയിട്ടും ശൈലജ ടീച്ചറെ പറ്റിയും പറഞ്ഞതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ, സാധാരണ നമ്മൾ തൂറാമുട്ടുക എന്നാണ് പറയാ, അതിനോട് യോജിക്കുന്ന രീതിയിൽ നിസ്കരിക്കാൻ മുട്ടിയിട്ട് മുക്കം ഫൈസി സ്റ്റേജിൽ നിസ്കരിച്ചു എന്ന് പരിഹസിക്കുന്നുണ്ട് ഇതേ വിപ്ലവ സിംഗം KS ഹരിഹരൻ. അതിനോട് PM നിയാസിന്റെ അഭിപ്രായം എന്താണ്? അത് തിരുത്തണമെന്ന്, അതിന് മാപ്പ് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവോ? അതായത് വടകര കോൺസ്റ്റിറ്റ്യുവൻസി സന്ദർശിച്ചിട്ടുള്ള പത്രപ്രവർത്തകരും എല്ലാവരും തള്ളി പറയുമായിരിക്കും. ഈ ഘട്ടത്തിൽ അത് വലിയ മാധ്യമ ശ്രദ്ധ വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കണം തള്ളി പറയാം. പ്രസംഗം കേൾക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ അതായത് റിപ്പോർട്ടർ TV ആണ് കേസ് കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ TVയുടെ വീഡിയോ എഡിറ്റ് ചെയ്തു UDF കാരെന്ന് പറഞ്ഞിട്ട്
മാതൃഭൂമി ഓൺലൈനാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്ന്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ട്രസ്റ്റാണ്, മർക്കസാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ 3 സാധനങ്ങളൊന്നും CPM-കാരുടേതല്ല. അപ്പൊ എന്താണ് UDF RMBയുടെ വൃത്തികെട്ട ബുദ്ധിയിൽ നടക്കുന്ന UDF വടകരയിൽ ചെയ്തതെന്നും എന്തിന്റെ അഡ്വാൻറ്റേജ് ആണ് ഷാഫി പറമ്പിൽ, അതായത് ഇതുവരെയും വളരെ വളരെ സെക്യുലർ ആയിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചിട്ടില്ല, ഈ ഇലക്ഷൻ വരെ നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഷാഫി പറമ്പിൽ എങ്ങനെയാണ് വടകരയിൽ ജയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിന്റെ പച്ചയായ വെളിവാക്കലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് വിഷയമായതിനു ശേഷം, വിവാദമായതിനു ശേഷം ഒരു നിലയ്ക്കും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളാണ്. അത് കേരളം കൃത്യമായിട്ട് തിരിച്ചറിയും. അതിന് നിങ്ങൾ 1957 CH കണാരൻ മത്സരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, 57 മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള പോലുള്ള പരാമർശങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ദയവായിട്ട് തിരിച്ചറിയണം. ഉമേഷ് ബാബു എന്ന് പറഞ്ഞ ഇവരുടെ തന്നെ ഒരു ബുദ്ധിജീവി പല തവണ ചാനലിൽ വന്ന് പറയുന്നത് ശൈലജ ടീച്ചറെ പറ്റി ഇതിനേക്കാൾ പറയാനുണ്ടെന്നാണ്.